എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ആത്മീയ യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം കർമ്മവും കർമ്മ പ്രാരാബ്ദവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മൾ ഏതൊരു മനുഷ്യനും ജീവിക്കണമെങ്കിൽ, അത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കർമ്മം ചെയ്യണം. അത് കർമ്മങ്ങൾ കൂടാതെ ഒരു മനുഷ്യനും ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കില്ല. അപ്പൊ കർമ്മം എന്ന് പറയുന്നത് നിർബന്ധിതമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ആത്മാന്വേഷകരെ സംബന്ധിച്ചിടത്തോളം കർമ്മവും കർമ്മ പ്രാരാബ്ദത്തെക്കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ആത്മാന്വേഷകരെ കുറിച്ചിട്ടാണല്ലോ. അപ്പൊ അവർക്ക് എങ്ങനെയാണ് കർമ്മവും കർമ്മ പ്രാരാബ്ദങ്ങളും എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം. ഭൗതികനെ സംബന്ധിച്ചിടത്തോളം കർമ്മവും കർമ്മ പ്രാരാബ്ദത്തെ കുറിച്ചിട്ടൊന്നും അവൻ ബോധവനല്ല. അവൻ കർമ്മം ചെയ്യുക, അവൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുക, സാധാരണഗതിയിലുള്ള അവൻ്റെ ഉപജീവന മാർഗത്തിനുള്ള കർമ്മങ്ങൾ മാത്രമല്ല, അവൻ്റെ ആഗ്രഹങ്ങൾ നിവൃത്തിക്ക് വേണ്ടിയിട്ടുമാണ് അദ്ദേഹം ആ ഒരു ഭൗതികനായിട്ട് ജീവിക്കുന്ന വ്യക്തി കർമ്മങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ആഗ്രഹവും അതുപോലുള്ള മറ്റു കാര്യങ്ങളും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് സാധാരണഗതിയിൽ ഒരു ഭൗതികൻ ജീവിക്കുക. എന്നാൽ ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കർമ്മങ്ങൾ അയാളുടെ ഉപജീവന മാർഗത്തെ മാത്രം ആശ്രയിച്ചിട്ടുള്ളതാണ്. കാരണം ആഗ്രഹങ്ങൾ എല്ലാം കൊഴിഞ്ഞു പോകുമ്പോഴാണ് ഒരാൾ വൈരാഗ്യം എന്ന ആത്മീയമായ അന്വേഷണം നടത്തുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യങ്ങൾ മാത്രം, അദ്ദേഹം ഉപജീവന മാർഗത്തിന്, അത് ജീവിക്കാൻ, തൻ്റെ ശരീരം നിലനിന്ന് പോകാനുള്ള കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു ആത്മാന്വേഷിയെ സംബന്ധിച്ചിടത്തോളം ഉചിതമായിട്ടുള്ളത്. കാരണം ആഗ്രഹങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് ഭൗതിക ജീവിതം നയിക്കുന്നതാണ് നല്ലത്. ആഗ്രഹങ്ങൾ പൂർണ്ണമായിട്ടും വിരക്തി വന്ന് വൈരാഗ്യം എന്ന ഒരാൾ മാത്രമേ ആത്മീയ അന്വേഷണത്തിന് മുതിർന്നെങ്കിൽ കാര്യമുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ആഴ്ച ഒരു അട്ടപ്പാടിയിലുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്, വളരെ നല്ല ആത്മാന്വേഷിയാണ് അദ്ദേഹം, വളരെ സമർപ്പണത്തോടു കൂടി ആത്മ അന്വേഷണം നടത്തുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത്, എനിക്ക് ഇപ്പോൾ ഒരു പുതിയ ഒരു ജോലി ലഭിച്ചിട്ടുണ്ട്. അത് പട്ടാളത്തിലാണ്. അതായത് പിതാവ് പട്ടാളത്തിൽ വെച്ച് മരിച്ചത് കൊണ്ട് ആ ജോലി എനിക്ക് ഇപ്പോൾ ഗവൺമെന്റ് ഓഫർ ചെയ്യുന്നുണ്ട്. ഞാനത് സ്വീകരിക്കണോ വേണ്ടേ എന്നാണ് അദ്ദേഹത്തിന്റെ സംശയം. വളരെ ആശയക്കുഴപ്പത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. കാരണം നല്ല സാലറി, കാര്യങ്ങൾ, പെൻഷൻ എല്ലാം കിട്ടും. പക്ഷെ അദ്ദേഹം പറയുന്നത്, പട്ടാളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ ആത്മീയമായുള്ള കാര്യങ്ങളെല്ലാം നിന്നു പോവില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അതായത് സാധാരണഗതിയിൽ പ്രത്യാഹാരം, ധാരണ, ധ്യാനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാഹചര്യം പട്ടാളത്തിൽ നമുക്ക് ലഭിക്കുമോ? അതുകൊണ്ട് ഞാൻ എൻ്റെ നിർവ്വാണ നഷ്ടപ്പെട്ടു പോവില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം നിർവ്വാണയാണ്, മോക്ഷമാണ്, സത്യം ബോധ്യമാവലാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചിട്ടുള്ള, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യം വളരെ പ്രസക്തമാണ്. സാധാരണഗതിയിൽ ഒരു ഭൗതികനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അദ്ദേഹം എപ്പോഴും ജോലി കിട്ടിയ അപ്പം അതിലേക്ക് പെട്ടെന്ന് തന്നെ ജോലിയിൽ ചേരാനാണ് ഉദ്ദേശിക്കുക. ഇപ്പം ഇയാൾക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാവാൻ കാരണം അയാൾ ആത്മീയമായ അന്വേഷകനായതുകൊണ്ടാണ്. തൻ്റെ ആത്മാന്വേഷണത്തിന് അത് തടസ്സമാവില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ ഏതൊരു കർമ്മമാണെങ്കിലും അത് ഈശ്വര നിയോഗമാണ്. ഞാനത് ആ കർമ്മം ഞാൻ ചെയ്യാൻ നിർബന്ധിതനാണെങ്കിൽ ഞാൻ ഏത് കാരണം കൊണ്ടും ആ കർമ്മം ചെയ്യേണ്ടി വരും. അങ്ങനെയൊരു സാഹചര്യം പ്രകൃതി നമുക്ക് സൃഷ്ടിക്കപ്പെടും. അപ്പം നമ്മളത് നിർബന്ധിതമായി ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് അത് ഈശ്വര നിയോഗം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാ കർമ്മങ്ങളും ഈശ്വര നിയോഗമാണ്. ഇവിടെ അദ്ദേഹത്തിന് ഒരു ഓപ്ഷൻ ഉണ്ട്, വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, തിരഞ്ഞെടുക്കാതിരിക്കാം. അദ്ദേഹം ഉപജീവനം നടത്തുന്നത് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ്. അപ്പം ആ കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അയാൾക്ക് ജീവിതം പൂർണ്ണമായിട്ടും
സംതൃപ്തമായി നടന്നു പോകുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഈ ജോലി ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ ഉണ്ട് അദ്ദേഹം. അപ്പം ജീവിക്കാനുള്ള മാർഗം അദ്ദേഹത്തിന് ഓൾറെഡി ഉണ്ട്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് സഞ്ചിത കർമ്മം, പ്രാരബ്ധ കർമ്മം, ഇങ്ങനെ 2 കർമ്മങ്ങൾ കൂടിയിട്ടാണ് നമ്മൾ വരുന്നത്. സഞ്ചയിച്ചു വെച്ചിട്ടുള്ള കർമ്മങ്ങളെയാണ് നമ്മൾ സഞ്ചിത കർമ്മങ്ങൾ എന്ന് പറയുന്നത്. പ്രാരബ്ധ കർമ്മങ്ങൾ എന്തായാലും നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടി വരുന്ന കർമ്മങ്ങളാണ് നമ്മൾ പ്രാരബ്ധ കർമ്മങ്ങൾ എന്ന് പറയുന്നത്. അത് ഏതോ കാരണം കൊണ്ട് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള, അവിടെ തീർക്കാൻ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ തീർക്കാൻ സാധിക്കാത്ത കർമ്മങ്ങൾ ഈ ജന്മത്തിൽ തീർക്കേണ്ടി വരുന്ന കർമ്മങ്ങൾ, അതാണ് പ്രാരബ്ധ കർമ്മങ്ങൾ നമ്മൾ പറയാം. സഞ്ചിത കർമ്മങ്ങളും അതേപോലെ തന്നെ കൂട്ടിവെച്ചിട്ടുള്ള ഒരു കർമ്മത്തിന്റെ ബാക്കി പത്രം നമ്മൾ ഈ ജന്മത്തിൽ ചെയ്യേണ്ടതാണ്. അതുപോലെ ആഗമകർമ്മം എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള കർമ്മങ്ങൾ, നമ്മൾ ഭാവിയിലേക്ക് ചെയ്യാൻ പോകുന്ന കർമ്മങ്ങളെ നമ്മൾ ആഗമകർമ്മങ്ങൾ എന്ന് പറയാം. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാരാബ്ദങ്ങൾ എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. അത് ഡിസ്ചാർജ് ചെയ്ത് പോകണം എന്ന് പറയാം. സഞ്ചിത കർമ്മമായാലും പ്രാരബ്ധ കർമ്മങ്ങളായാലും അതെല്ലാം കർമ്മങ്ങളും ഡിസ്ചാർജ് ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റ് ചെയ്ത് പോവുക, നമ്മളിൽ നിന്നത് ചെയ്ത് തീർന്നു പോവുക. അപ്പോഴേ നമ്മൾ പൂർണ്ണമായിട്ട് സ്വതന്ത്രമാവുള്ളൂ. അപ്പം പൂർണ്ണമായി സ്വതന്ത്രനായ ഒരാൾക്ക് മാത്രമേ ആത്മാന്വേഷണത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കൂ. കർമ്മങ്ങള് പലപ്പോഴും നമ്മുടെ മനസ്സിനെ ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളതിൽ വ്യാപൃതരാകുമ്പോൾ പലപ്പോഴും നമുക്ക് ധ്യാനാത്മകത നഷ്ടപ്പെട്ടു പോകും. അപ്പൊ കർമ്മങ്ങൾ ചെയ്യണ്ട എന്നല്ല, കർമ്മങ്ങൾ ചെയ്യണം. കർമ്മങ്ങൾ നമുക്ക് നിർബന്ധമായ കർമ്മങ്ങളാണെങ്കിൽ നമ്മളത് ചെയ്തേ പറ്റൂ. അത് ചെയ്യുമ്പോൾ നമ്മൾ ഈശ്വര അർച്ചനയായിട്ട് ചെയ്യാൻ സാധിക്കുമ്പോൾ മാത്രമേ ആ കർമ്മത്തിൽ നിന്ന് നമുക്ക് പ്രാരാബ്ദം കിട്ടാതിരിക്കുക. നമ്മളെ കർമ്മങ്ങൾ എപ്പോഴും പ്രാരാബ്ധ കർമ്മങ്ങളായി മാറുന്നത് നമ്മൾ ആ കർമ്മത്തിന്റെ ഫലമായിട്ട് നമ്മളതിൽ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഈശ്വരാർച്ചനയായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ, ഈശ്വര നിയോഗമായിട്ടാണല്ല നമ്മളൊരു കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമ്മളതിൽ വീണ്ടും പ്രാരാബ്ദങ്ങൾ സൃഷ്ടിക്കപ്പെടും. അപ്പം പ്രാരാബ്ദങ്ങൾ കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് കർമ്മത്തിൽ പ്രധാനം. അതായത് ആഗ്രഹങ്ങൾ നിവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ ആഗ്രഹം നിവർത്തിക്കുകയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ കർമ്മങ്ങൾ പ്രാരാബ്ധമായിട്ട് മാറും. ആ പ്രാരാബ്ധം അത് സഞ്ചിതമായി മാറുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏതൊരു കർമ്മമാണെങ്കിലും അത് ഈശ്വര നിശ്ചയമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ആ കർമ്മങ്ങൾ പൂർത്തീകരിക്കുക. അതിൽ നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ ആ കർമ്മങ്ങൾ ചെയ്യുക. അതാണ് നിഷ്കാമ കർമ്മം നമ്മൾ പറയാം. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാമിച്ചു കൊണ്ടാണ് നമ്മൾ ആ കർമ്മം ചെയ്യുന്നതെങ്കിൽ, അതായത് ഇതിൻ്റെ അർത്ഥം പ്രതിഫലം ഒന്നും വേണ്ട എന്നല്ല അർത്ഥം. പക്ഷെ നമ്മുടെ ആഗ്രഹ നിവൃത്തിക്കാണ് നമ്മൾ ആ കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് പ്രവൃത്തി മാർഗമാണ്. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ നിവൃത്തി മാർഗത്തിൽ, അതായത് ഡിസ്ചാർജ് ചെയ്ത് പോകണം. ആ കർമ്മങ്ങളെല്ലാം പൂർണ്ണമായിട്ടും നമ്മളിൽ നിന്ന് എല്ലാ കർമ്മങ്ങളും പൂർണ്ണമായിട്ടും ഡിസ്ചാർജ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമ്മൾ പൂർണ്ണമായും സ്വതന്ത്രമാവൂ.